ലോകമെമ്പാടും പല തരത്തിലുള്ള പോരാട്ട മത്സരങ്ങൾ നടക്കാറുണ്ട്. ഈ മത്സരങ്ങളിൽ വളരെ അപകടകരമായ ചില ഫൈറ്റിംഗ് ടെക്നിക്സുകൾ ലോകമെമ്പാടും നിരോധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അസ്ഥികൾ തകർക്കുന്ന നീക്കങ്ങൾ മുതൽ ജീവൻ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള പ്രഹരങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ ആയോധന കലകളിൽ താല്പര്യമുള്ള ആളായാലും അല്ലെങ്കിൽ ജിജ്ഞാസ ഉള്ള ആളാണെങ്കിലും ഫൈറ്റിംഗ് മത്സരങ്ങളുടെ ഇരുണ്ട വശം നിങ്ങൾ കാണാൻ പോകുകയാണ്. ഈ വിദ്യകൾ റിങ്ങുകളിൽ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടവയാണ്. ഫൈറ്റേഴ്സ് ഉപയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഏറ്റവും ക്രൂരമായ ടെക്നിക്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒന്നാമത്തേതാണ് റാബിറ്റ് പഞ്ച്. ഇതത്ര കുഴപ്പക്കാരനല്ലാത്ത ഒന്നായി തോന്നാം, പക്ഷേ ഈ പഞ്ചിൻ്റെ റിസൾട്ട് മാരകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. കഴുത്തിൻ്റെയോ തലയുടെയോ പിൻഭാഗത്ത് പെട്ടെന്ന് നൽകുന്ന ഒരു പ്രഹരമാണ് റാബിറ്റ് പഞ്ച്. റാബിറ്റ് പഞ്ച് സുഷുമ്ന നാഡിയെ തടസ്സപ്പെടുത്തുകയും തക്ഷണം പക്ഷാഘാതത്തിന് പോലും കാരണമാവുകയും ചെയ്യുന്നു. ഒരു കൃത്യമായ പ്രഹരം എതിരാളിയെ അനക്കമില്ലാത്ത പാവയെ പോലെയാക്കി മാറ്റിക്കളയുന്നു. ദീർഘകാലത്തെ ഇഞ്ചുറി അല്ലെങ്കിൽ മരണത്തിന് പോലും ഇത് കാരണമായേക്കാം. തെറ്റായി കണക്കാക്കി അറിയാതെ പോലും റാബിറ്റ് പഞ്ച് റിങ്ങുകളിൽ ചെയ്യരുത് എന്നാണ് നിയമം. റാബിറ്റ് പഞ്ച് സംഭവിക്കാൻ സാധ്യത ഉണ്ടായാൽ റെഫറിമാർ പെട്ടെന്ന് ഇടപെടുകയും ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഗ്രോയിങ് സ്ട്രൈക്ക്. ഗുഹ്യഭാഗത്തെയാണ് ഗ്രോയിങ് ഏരിയ എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവായ ഈ ഏരിയയിലുള്ള പ്രഹരമാണ് ഗ്രോയിങ് സ്ട്രൈക്ക്. ഇത് വേദനാജനകമാണെന്ന് മാത്രമല്ല, ആന്തരിക പരിക്കുകൾക്കും ദീർഘകാല അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. ഒരു ഗ്രോയിങ് സ്ട്രൈക്കിൽ നിന്ന് സുഖം പ്രാപിക്കാൻ തന്നെ ദിവസങ്ങളെടുക്കും. ഗ്രോയിങ് സ്ട്രൈക്കിനെ ഒരു സെൽഫ് ഡിഫൻസ് തന്ത്രമായി കണക്കാക്കുന്നുണ്ട്. എതിരാളിയെ പെട്ടെന്ന് നിലം പരിശാക്കാൻ ഇത് സഹായകമാണ്. എന്നാൽ പ്രൊഫഷണൽ ഫൈറ്റിങ്ങിൽ ഇത് കർശനമായും നിരോധിച്ചിട്ടുണ്ട്. ഗ്രോയിങ് സ്ട്രൈക്ക് സത്യത്തിൽ കായികക്ഷമത ഇല്ലാത്തതും അന്യായമായ ഒരു നേട്ടവുമാണ്. എന്നാൽ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ ഗ്രോയിങ് സ്ട്രൈക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം. മൂന്നാമത്തേതാണ് 16-6 എൽബോ സ്ട്രൈക്ക്. ഒരു ക്ലോക്കിൻ്റെ സൂചി 12 മുതൽ 6 വരെ താഴോട്ടേക്ക് വീഴുന്നത് പോലെ ലളിതമായ ഒരു സ്ട്രൈക്കാണ് എൽബോ സ്ട്രൈക്ക്. ഇത് ലളിതമായി തോന്നാമെങ്കിലും എതിരാളിയുടെ നട്ടെല്ലിനോ തലയോട്ടിയോ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇത് മാരകമാണ്. പ്രഹരം അസ്ഥിയെ പൊട്ടിക്കുകയും തക്ഷണം ബോധരഹിതനാക്കി മാറ്റുകയും ചെയ്യുന്നു. MMA-യിൽ എൽബോ സ്ട്രൈക്ക് നിരോധിച്ചിരിക്കുന്നുണ്ട്. ഫൈറ്റേഴ്സ് ഇത് ഉപയോഗിച്ചാൽ കഠിനമായ ശിക്ഷ ലഭിക്കും. എങ്കിലും നിരോധനം ഉണ്ടായിരുന്നിട്ട് കൂടി സ്ട്രീറ്റ് ഫൈറ്റുകളിൽ ഇത് സ്വയം പ്രതിരോധ മാർഗമായി തുടരുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ കാര്യക്ഷമതയാണ്. നാലാമത്തേതാണ് ഐ ഗോഞ്ചിങ് അഥവാ കണ്ണ് ചൂഴ്ന്നെടുക്കൽ. ലളിതവും ഭയാനകവുമായ ഒന്നാണിത്. എതിരാളിയുടെ കണ്ണുകൾ അന്ധമാക്കുകയോ വഴിതെറ്റുകയോ ചെയ്യുക എന്നതാണ് ഐ ഗോജിങ്. ചരിത്രപരമായി പുരാണങ്ങളിലും യുദ്ധങ്ങളിലും സ്ട്രീറ്റ് ഫൈറ്റുകളിലും ഇത് ചെയ്തതായി പറയുന്നുണ്ട്. അവിടെ കായികക്ഷമതയേക്കാൾ അതിജീവനത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് ഇത് എല്ലാ ഫൈറ്റിംഗ് കോമ്പറ്റീഷനുകളിലും നിരോധിച്ചിരിക്കുന്നു. ഐ ഗോജിങ് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഫൈറ്റേഴ്സിനെ ഉടനടി അയോഗ്യരാക്കുന്നു. എങ്കിലും അതിജീവനത്തിൻ്റെ സാഹചര്യത്തിൽ ഇതൊരു സെൽഫ് ഡിഫൻസായി കണക്കാക്കുന്നുമുണ്ട്. അഞ്ചാമത്തേതാണ് ഫിഷ് ഹൂക്കിംഗ്. വളരെ ക്രൂരമായ ഒന്നാണ് ഫിഷ് ഹൂക്കിംഗ്. എതിരാളിയുടെ വായിലോ മൂക്കിലോ കണ്ണിൻ്റെ അറ്റത്തോ വിരലുകൾ തിരുകി വശങ്ങളിലേക്ക് കീറിക്കളയുന്ന ക്രൂരമായ ഒരു ടെക്നിക്കാണിത്. ഇതുണ്ടാക്കുന്ന വേദന അസഹനീയമായിരിക്കും. ഇതുണ്ടാക്കുന്ന രൂപഭേദം ശാശ്വതമായിരിക്കും. എല്ലാ ഫൈറ്റിംഗ് റിങ്ങുകളിലും നിരോധിച്ചിരിക്കുന്ന ഒന്നാണിത്. എന്നിരുന്നാലും അനിയന്ത്രിതമായ കൂട്ടത്തല്ലുകൾക്കിടയിലും സ്ട്രീറ്റ് ഫൈറ്റുകളിലും ഇതൊരു വൃത്തികെട്ട തന്ത്രമായി തുടരുന്നുണ്ട്. ആറാമത്തേതാണ് കഴുത്തിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ ഇടിക്കുന്നത്. ഒരു പോരാട്ടം വേഗത്തിൽ നിർത്തിക്കാൻ കഴിയുന്ന വളരെ മോശപ്പെട്ട ഒരു വിദ്യയാണിത്. ശ്വാസനാളത്തിൽ നേരിട്ടടിക്കുന്നത് വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ശ്വാസനാളം തകർക്കുകയും ചെയ്യുന്നു. ഈ പ്രഹരം വേദനയ്ക്ക് കാരണമാകുന്നു എന്ന് മാത്രമല്ല, നിമിഷങ്ങൾക്കുള്ളിൽ ഒരാളെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നുണ്ട്.
സൈനിക പരിശീലനത്തിലും സ്വയം പ്രതിരോധ പരിശീലനത്തിലും ഇത് അവസാന വിദ്യയായി പരിശീലിപ്പിക്കുന്നുണ്ട്. ഒരു അക്രമിയെ നേരിടാൻ ആപത്ഘട്ടത്തിലും ഈ വിദ്യ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നു. ഏഴാമത്തേതാണ് ഹെഡ്ബട്ട്. കാണുമ്പോൾ ഇത് വളരെ ബാലിശമായി തോന്നുമെങ്കിലും ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥിയായ തലയോടുകൊണ്ട് എതിരാളിയുടെ മുഖത്തിടിക്കുന്നത് മാരകമായ ഒന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എതിരാളിയുടെ മൂക്ക് പൊട്ടുന്നതിനും പല്ലുകൾ പൊട്ടുന്നതിനും കാരണമാകുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന ശക്തിയായ ഒരു പ്രഹരം എതിരാളിയെ അബോധാവസ്ഥയിലേക്ക് നയിക്കും. ബോക്സിങ്ങിലും MMA-യിലും ഹെഡ്ബട്ട് നിരോധിച്ചിരിക്കുന്നു. അക്രമകാരികൾക്കും ഇരയ്ക്കും ഇത് അപകടകരമായിട്ടുള്ള ഒന്നാണ്. നിരോധനമുണ്ടായിട്ടും ഇത് റിങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് പല വിവാദങ്ങൾക്കും കാരണമാകാറുമുണ്ട്. എട്ടാമത്തേതാണ് സ്മാൾ ജോയിന്റ് മാനിപ്പുലേഷൻ. കൈവിരലുകൾ, കാൽവിരലുകൾ അല്ലെങ്കിൽ കൈത്തണ്ട വളച്ചൊടിക്കുന്നത് ഇവയൊക്കെയാണ് ഈ വിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സ്മാൾ ജോയിന്റ് മാനിപ്പുലേഷൻ എതിരാളിയെ നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനരഹിതമാക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് കായികക്ഷമതയില്ലാത്തതും അന്യായമായി കണക്കാക്കുന്നു. ഇതിൽ നിന്നുള്ള വേദന അസഹ്യമായിരിക്കും. MMA-യിലും മറ്റ് കോമ്പാറ്റ് സ്പോർട്സിലും ചെറിയ സന്ധികളെ ലക്ഷ്യമിടുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും സ്വയം പ്രതിരോധത്തിനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഫലപ്രദമായ മാർഗമാണിത്. ജുജുത്സു പോലുള്ള ആയോധന കലകളിൽ ജോയിന്റ് ലോക്കുകൾ ഉൾപ്പെടുത്തുമെങ്കിലും പരിക്കുകൾ തടയാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പത്താമത്തേതും ഏറ്റവും വിവാദപരവുമായതാണ് ജിംമാക് അല്ലെങ്കിൽ ഡെത്ത് ടച്ച്. ഇത് മർമ്മങ്ങളിൽ അടിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിർദ്ദിഷ്ട മർമ്മങ്ങളിൽ അടിക്കുന്നത് പോരാളിക്ക് പക്ഷാഘാതം, ആന്തരിക രക്തസ്രാവം അല്ലെങ്കിൽ മരണത്തിന് പോലും കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ഡെത്ത് ടച്ച് പുരാതന ആയോധന കലകളുമായി ബന്ധമുണ്ട്. ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ കഥകൾ രസകരവും ആകർഷകവുമാണ്. പലരും ഇതിനെ നാടോടി കഥകൾ എന്ന് തള്ളിപ്പറയുമ്പോൾ മറ്റു ചിലർ അതിൻ്റെ ഭയാനകമായ സാധ്യതകളിൽ വിശ്വസിക്കുന്നു. കളരിപ്പയറ്റിൽ മർമ്മങ്ങൾ ചികിത്സാ രീതികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള പ്രയോഗം ഏതാണ് അപ്രത്യക്ഷമായി എന്ന് കാണാം. MMA-യിലും ഫൈറ്റിംഗ് റിങ്ങുകളിലും മർമ്മവിദ്യ വിലക്കിയിരിക്കുന്ന ഒന്നാണ്. എങ്കിലും ഈ വിദ്യകൾ ഇന്നും നിഗൂഢമായി കണക്കാക്കുന്നു. ഇത്രയുമാണ് നിരോധിക്കപ്പെട്ട ആ 10 വിദ്യകൾ. ഇതിൽ നിങ്ങളെ ഏറ്റവും വിസ്മയിപ്പിച്ച വിദ്യ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. ഡെത്ത് ടച്ച് അല്ലെങ്കിൽ മർമ്മവിദ്യകൾ യഥാർത്ഥമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ലൈക്ക് മാത്രം മതി. താങ്ക് യു ഫോർ വാച്ചിങ്.